ഒമ്പതാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കണം. അതിനെങ്ങനെ എഴുതാം എന്നുള്ളതും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യും. ഓക്കെ ആണോ മക്കൾക്ക്? ഇതിനു മുമ്പ് അയച്ച വീഡിയോസൊക്കെ എൻ്റെ കുഞ്ഞുമക്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ആ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ കാണുന്ന മുറയ്ക്ക് നിങ്ങളൊന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുക. ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത്, ഏത് തരം വീഡിയോ ആണ്, അത്തരം വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി തരും കേട്ടോ. എൻ്റെ കുഞ്ഞുമക്കൾ ആവശ്യപ്പെട്ടാൽ മാത്രം മതി. ഓക്കെ, അപ്പം നമുക്കൊരു ചോദ്യം നോക്കാം. പുതുമ നശിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കുന്നു എന്നത് തന്നെയാണ് പ്രാദേശിക ഭക്ഷ്യ വ്യവസ്ഥയുടെ ഒരു പ്രധാന ഗുണം. ഭക്ഷണവും ആരോഗ്യവും എന്നതിലെ പാഠഭാഗം. ആരോഗ്യകരമായ ഒരു ഭക്ഷ്യ സംസ്കാരം നിലനിർത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് എന്താണ്? ആരോഗ്യകരമായ ഭക്ഷണം തയ്യാറാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആരോഗ്യകരമായൊരു ഭക്ഷ്യ സംസ്കാരം നിലനിർത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷണവും ആരോഗ്യവും എന്ന പാഠഭാഗം മുന്നോട്ട് വയ്ക്കുന്നത് ആഗോള ഭക്ഷ്യ സംസ്കാരവും പ്രാദേശിക ഭക്ഷ്യ സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. ആഗോള ഭക്ഷ്യ സംസ്കാരത്തിൽ പറിച്ചെടുക്കുന്ന പച്ചക്കറികൾ ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ ശേഷം മാത്രമാണ് നമ്മുടെ കൈകളിൽ എത്തുന്നത് എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഔഷധ ഗുണത്തിൻ്റെ മേന്മ കുറഞ്ഞു വരുന്നു. അത്തരം സന്ദർഭത്തിൽ നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് പ്രാദേശിക ഭക്ഷ്യ സംസ്കാരത്തിനാണ്. കാരണം പ്രാദേശിക ഭക്ഷ്യ സംസ്കാരത്തിൽ ഗുണമേന്മയുള്ള പച്ചക്കറികളും ശീതളപാനീയങ്ങളും മറ്റുള്ള വസ്തുക്കളുമൊക്കെ ഗുണമേന്മയോടെ നമ്മൾക്ക് ലഭ്യമാക്കാൻ അത് സഹായിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ നിർഭാഗ്യവശാൽ, അല്ലേ, അങ്ങനെ തന്നെ പറയുക, എന്നാൽ നിർഭാഗ്യവശാൽ നമുക്ക് അത്തരം ഗുണമേന്മയുള്ള ഭക്ഷ്യവസ്തുക്കൾ കിട്ടുന്നത് വളരെ വിരളമാണ്. കാരണം ദൃശ്യചാരുതയിലാണ് എല്ലാവരും അഭിരമിക്കുന്നത്, അല്ലേ? ക്വാളിറ്റിയിലല്ല, അല്ലെ ഗുണമേന്മയിലല്ല, പകരം തിളക്കമാർന്ന നിറത്തിലും വലിപ്പത്തിലുമൊക്കെ അഭിരമിക്കുന്നവരാണ് നമ്മൾ. വലിയ തക്കാളി, അതുപോലെ തിളങ്ങുന്ന തക്കാളി, വളവും പുളവുമില്ലാത്ത ക്യാരറ്റ്, അതുപോലെ കാഴ്ചയ്ക്ക് ഭംഗി തോന്നുന്ന വസ്തുക്കൾ, അവയൊക്കെ തന്നെ കാഴ്ചയ്ക്ക് ഭംഗി കൂട്ടാൻ അമിതമായ കീടനാശിനികളും വളപ്രയോഗങ്ങളും നടത്തിയിട്ടുള്ളവയായിരിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥ നമ്മൾ തിരിച്ചറിയാതെ നാം അത്തരം ഭക്ഷ്യ സംസ്കാരത്തിലൂടെ പോകുമ്പോൾ അവ ആരോഗ്യത്തെക്കാൾ കൂടുതൽ നമുക്ക് സമ്മാനിക്കുന്നത് അനാരോഗ്യവും രോഗവുമാണ് എന്നുള്ള ആശയതലത്തിലേക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഇതിന് ഉത്തരമെഴുതാൻ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, പുതുമ നശിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാകുന്നതെന്നാണ് പ്രാദേശിക ഭക്ഷ്യ സംസ്കാരത്തിൻ്റെ മേന്മ എന്ന് ഒരു പാഠഭാഗത്ത് ആശയം തന്നിട്ട് ആരോഗ്യകരമായ ഈ ഭക്ഷ്യ സംസ്കാരം നിലനിർത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ കൺക്ലൂഷൻ പാർട്ടിൽ നിങ്ങൾ എന്ത് എഴുതുക? സ്വന്തം പറമ്പുകളിൽ ഉള്ള സ്ഥലങ്ങളിൽ ചെറുതായെങ്കിലും പച്ചക്കറിയും മറ്റും നട്ടുപിടിപ്പിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ഗുണമേന്മയുള്ള ഭക്ഷണം കഴിക്കാൻ സാധിക്കും. അത്തരം ചിന്തകളിലേക്ക് നമ്മൾ പോകേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ആരോഗ്യകരമായ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ആശയ തലത്തിലേക്ക് നമ്മൾ എൻഡിങ്ങും കൂടെ കൊടുത്താൽ ഉത്തരം പൂർണ്ണമായി. ക്ലിയർ ആണോ മക്കളെ? മനസ്സിലായില്ലേ മക്കൾക്ക്? ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. യാത്രകൾ എന്നത് പുതിയ സ്ഥലങ്ങൾ കാണൽ മാത്രമല്ല, പുതിയ സംസ്കാരങ്ങളും ജീവിത രീതിയും അനുഭവിക്കലാണ്. ശാന്തിനികേതനത്തെക്കുറിച്ചുള്ള എസ്.കെ. പൊറ്റക്കാട്ടിൻ്റെ നിരീക്ഷണങ്ങൾ ഈ പ്രസ്താവനയുമായി എത്ര യോജിക്കും? നിങ്ങളുടെ നിരീക്ഷണം കുറിപ്പാക്കുക. ചോദ്യം ഇതല്ലെങ്കിൽ നിരീക്ഷണം എഴുതാൻ എന്തായാലും നിങ്ങൾക്ക് വരും. ചോദ്യം ഞാൻ ഒരു ചോദ്യം തിരഞ്ഞെടുത്തു എന്നേ ഉള്ളൂ. ഇതല്ല, നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറഞ്ഞൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാകും. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? ആദ്യം എസ്.കെ. പൊറ്റക്കാട്ടിൻ്റെ ശാന്തിനികേതനത്തിലേക്കുള്ള യാത്രകൾ ഓർമ്മപ്പെടുത്തുന്ന അല്ലെങ്കിൽ യാത്രകളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ശാന്തിനികേതനൻ എന്ന് പറയുന്ന പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം നടത്തിയ യാത്രകളിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അദ്ദേഹം ആസ്വദിച്ച യാത്രകളിലൊന്ന് അതാണെന്നാണ് അദ്ദേഹം പറയുന്നത്.
ഇനി യാത്രകൾ പലപ്പോഴും കേവലം കാഴ്ചകൾ മാത്രമല്ല, സാംസ്കാരിക തനിമ നിലനിർത്തുന്നവ കൂടിയായിരിക്കും. ശാന്തിനികേതനം അതിന് ഉദാഹരണമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, കേരളത്തെ പറിച്ചു നട്ടതുപോലെയുള്ള ഗ്രാമങ്ങളാണ് അവിടെയുള്ളത്. രണ്ട് ഭാഗത്തും നെൽവയലുകളും നടുവിലൂടെ പോകുന്ന റോഡുകളും നമുക്ക് ശാന്തിനികേതനത്തിലേക്ക് പോകുന്ന വഴിക്ക് കാണാം, അല്ലേ? ഏകദേശം കൊൽക്കത്തയിൽ നിന്ന് 130ഓളം കിലോമീറ്റർ ഉൾപ്രദേശത്താണ് ഈ സ്ഥലം എന്ന് പറയുന്നത്, അല്ലേ? അതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ ചെറിയ കുടിലുകളുണ്ട്, നിരനിരയായുള്ള തെങ്ങുംതോപ്പുകളില്ലെങ്കിൽ അവിടെ ഇവിടെ തെങ്ങുംതോപ്പുകളുണ്ട്, വേലിപ്പടർപ്പുകളുണ്ട്. ഇങ്ങനെ കേരളത്തിൻ്റെ തനതായ ഒരു പതിപ്പ് തന്നെയാണ് ആ ശാന്തിനികേതനത്തിലേക്കുള്ള വഴികളിലുടനീളം നമ്മൾ കാണുന്നതെന്ന് കണ്ടു. ഇനി ശാന്തിനികേതനം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ സാധാരണ യൂണിവേഴ്സിറ്റി എന്ന ഒരു ചിന്തയിൽ വരുമ്പോൾ വലിയ കവാടങ്ങളും ഒക്കെ നമുക്ക് മനസ്സിൽ ഓർമ്മ വരാം. പക്ഷേ അവിടേക്ക് എത്തുമ്പോൾ തീർത്തും ഗുരുകുല സമ്പ്രദായത്തിൻ്റെ തനിമ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഇടങ്ങളാണ് എന്നത് മനസ്സിലാക്കും. ഇങ്ങനെ അതിൽ പറയുന്ന പോയിന്റുകളും അതിൽ പറയുന്ന ചരിത്ര സംഭവങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ. നിരീക്ഷണം എഴുതാന്ന് പറഞ്ഞാൽ നിങ്ങളെ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ എന്താണോ നിങ്ങൾക്ക് മനസ്സിലായത് അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ ചോദ്യം, യാത്രകൾ വെറും ദൃശ്യാനുഭവങ്ങൾ മാത്രമല്ല, സംസ്കാരവും ജീവിത രീതികളും അനുഭവിക്കൽ കൂടിയാണ്, അല്ലേ? അതിനുശേഷം ആ ശാന്തിനികേതനത്തിലെ ഓരോ ശ്രീനികേതൻ അങ്ങനെ ഓരോ വകഭേദങ്ങളുണ്ട്, അല്ലേ? ആ വകഭേദങ്ങളൊക്കെ എന്തിനെ പ്രതിനിധാനം? ചിത്രകല, സംഗീതം, അതുപോലെ തന്നെ ആ നാട്ടിലെ കർഷകർക്ക് അവരുടെ ഗവേഷണങ്ങൾ നടത്തി അവർക്ക് അവരുടേതായ രീതിയിൽ എന്താ പറയുക, കാർഷിക വൃത്തി മെച്ചപ്പെടുത്താനുള്ള എല്ലാ സൗകര്യവും അവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം വലിയ വലിയ ആളുകളല്ല, പകരം സമൂഹത്തിലെ നിത്യധ്വാനികളായ കർഷകരെ പോലും പരിഗണിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ശാന്തിനികേതൻ എന്നുള്ള ഒരു അതായത് കൺക്ലൂഷൻ അങ്ങനെ തന്നെ എൻ്റെ മക്കൾ എഴുതാൻ ശ്രമിക്കണം. അപ്പം യാത്രകൾ എന്നത് പുതിയ സ്ഥലങ്ങൾ കാണൽ മാത്രമല്ല എന്ന് തുടങ്ങുന്ന ഇതിൻ്റെ ആശയം മക്കൾക്ക് മനസ്സിലായോ? ഇനി പുതിയ ഒന്ന് നോക്കും. മൂന്നാമത്തെ ചോദ്യം, ഉള്ളത് കൊടുത്താൽ അത് കഴിച്ച് ശകലം കൂടി എന്ന് പറഞ്ഞിരിക്കും, പിന്നെയും ഇരിക്കും, എഴുന്നേൽക്കുകയില്ല, പോകാൻ പറഞ്ഞാലും പോവുകയില്ല, വയറ് നിറയണം, അതാണ് കണക്ക്. കിട്ടുമാവൻ. അർബാബ് ഈ വണ്ടി എവിടെയെങ്കിലും ഒന്ന് നിർത്തി ഞങ്ങൾക്ക് ഇത്തിരി ആഹാരം വാങ്ങിച്ചു തരൂ, ഞങ്ങൾക്ക് ഇത്തിരി വെള്ളം മേടിച്ചു തരൂ എന്ന് അലറി വിളിക്കണമെന്നുണ്ടായിരുന്നു മണൽ കൂനുകൾക്കിടയിലൂടെ. ഭക്ഷണം ആവശ്യത്തിനാണ്, ആർത്തിക്കുള്ളതല്ല. സൂചനകളും പ്രസ്താവനകളും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. താരതമ്യക്കുറിപ്പ് നിങ്ങൾ ഈ മുകളിൽ പറഞ്ഞ ചോദ്യത്തെ അല്ല, അതിനേക്കാൾ ഉപരി നിങ്ങൾ ചെയ്യേണ്ടത് താരതമ്യക്കുറിപ്പ് എന്നുള്ള അതിൽ നിർത്തണം. കാരണം താരതമ്യക്കുറിപ്പ് ഇതല്ല, മറ്റേതാണെങ്കിലും താരതമ്യക്കുറിപ്പ് ചോദിക്കും. താരതമ്യക്കുറിപ്പ് ചോദിക്കാത്തൊരു ചോദ്യം നമുക്കില്ല, ചോദ്യപേപ്പർ ഉണ്ടാവില്ല. അപ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പറഞ്ഞിരിക്കുന്ന ചോദ്യത്തോട് നീതി പുലർത്തുക. തകഴിയുടെ തിരഞ്ഞെടുത്ത കഥാപാത്രങ്ങൾ എന്നതിലെ ഒരു കഥാപാത്രമായ കിട്ടുമാവൻ എന്ന് പറയുന്ന കഥയിലെ ആ കിട്ടുമാവൻ എന്ന കഥാപാത്രത്തിൻ്റെ പ്രത്യേകതയാണ് ആദ്യത്തെ ഭാഗത്ത് തന്നിരിക്കുന്നത്. എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു കഥാപാത്രമാണ് കിട്ടുമാവൻ, അല്ലേ? അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ആ നഷ്ടങ്ങൾ ഊഹിക്കുന്നതിനും അപ്പുറമായിരുന്നു. കാരണം കിട്ടുമാവന് എല്ലാം നഷ്ടപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ ഭക്ഷണം ബ്രഹ്മമാണ്. ആരും തന്നെ അദ്ദേഹത്തെ ജോലിക്ക് വിളിക്കാത്തതിന് കാരണമാണ് ഇവിടെ പറയുന്നത്. എത്ര കഴിച്ചാലും അദ്ദേഹത്തിന് മതി വരില്ല, വീണ്ടും വീണ്ടും കിട്ടണമെന്ന് കരുതി അവിടെ തന്നെ ഇരിക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ കിട്ടുമാവനെ ആരും പണിക്ക് വിളിച്ചിരുന്നില്ല. ഇനി രണ്ടാമത്തെ ഭാഗം ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിലെ ഒരു ഭാഗമായ മണൽക്കൂനകൾക്കിടയിലൂടെ എന്ന് പറയുന്ന പാഠഭാഗത്തുള്ളതാണ്. അവിടെ രാവിലെ വിമാനത്തിൽ നിന്നും ഉപജീവന മാർഗം തേടിക്കൊണ്ട് പ്രവാസ ജീവിതം നയിക്കുന്നവരുടെ ദയനീയമായ ഒരു ചിത്രം വരച്ച് കാണിക്കുന്ന നോവലാണ് ആടുജീവിതം. അതിൽ തൻ്റെ അർബാബിനോടൊപ്പം യാത്ര ചെയ്യവേ വിശപ്പ് സഹിക്കവയ്യാതെ നജീബ് പറയുന്ന വാക്കുകളാണിത്. താൻ ആകെ കുടിച്ചത് പച്ചവെള്ളം മാത്രമാണ്. രാവിലെ വിമാനത്തിൽ നിന്നും ഭക്ഷണം കിട്ടിയെങ്കിലും അതെങ്ങനെ കഴിക്കണമെന്നറിയാത്തത് കൊണ്ട് അത് കഴിച്ചില്ല. എവിടെയെങ്കിലും നിർത്തി ഒരു അല്പം വെള്ളം വാങ്ങിത്തരൂ, കുറച്ച് ഭക്ഷണം വാങ്ങിത്തരൂ എന്ന് വിശപ്പിൻ്റെ ഏറ്റവും വലിയ അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ വിശപ്പിൻ്റെ അവസ്ഥയിൽ
എന്താണ് ആ വിശപ്പിൻ്റെ അവസ്ഥയിൽ അറിയാതെ അലറി വിളിക്കാൻ തോന്നിപ്പോകുന്ന നജീബിനെയാണ്. അപ്പോൾ ഇവിടെ ഭക്ഷണം ആവശ്യത്തിന് മാത്രമാണ് എന്നത് നമ്മെ ബോധ്യപ്പെടുത്തുന്ന കഥാപാത്രമാണ് ആര്, നജീബ് എന്ന് പറയുന്നത്. എന്നാൽ ഭക്ഷണം എത്ര കിട്ടിയാലും മതിയാവാത്ത കഥാപാത്രമാണ് കിട്ടുമാവൻ. ഇങ്ങനെ വേണം ചോദ്യത്തിന് ഉത്തരം എഴുതാൻ. അപ്പോൾ 3 ചോദ്യത്തിന് ഉത്തരം എൻ്റെ കുഞ്ഞു മക്കൾക്ക് കിട്ടിയല്ലോ. അപ്പോൾ അടുത്ത ഒരു ചോദ്യവുമായി നമുക്ക് വീണ്ടും കാണാം മക്കളെ. അതുവരയ്ക്കും ബായ്.